നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മലയാള നാടിന്റെ സാംസ്കാരിക മനോഹാരിതയായിരുന്നു കഥാപ്രസംഗങ്ങളെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. നാടിനോടൊപ്പം സഞ്ചരിച്ച ഈ മഹത്തായ കലയെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ശക്തമായി തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള കഥാപ്രസംഗ പരിപോഷണ വേദി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച കഥാപ്രസംഗ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രേമാനന്ദ് ചമ്പാട് പരിപാടിയിൽ അധ്യക്ഷനായി. കണ്ണൂർ രത്നകുമാർ, EVG നമ്പ്യാർ, രാജ് തെരൂർ, വല്ലി ടീച്ചർ, PK ബൈജു, പ്രദീപ്, ഉല്ലാസൻകൂടൻ, ബാബു കോടഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീലേഖ ജയകൃഷ്ണൻ, സോനിക ശ്യാംരാജ് എന്നിവർ ലഘുകഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചു. എന്റെ ശുശ്രൂഷയിൽ സദസ്യനായ മഹർഷി 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു. മന്ത്രത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിറഞ്ഞുന്ന ദിവസങ്ങൾ. ഒരു ദിവസം പുലരാൻ കാലം കിളിവാതിലൂടെ അരിച്ചറിഞ്ഞ കൊടുക്കാറ്റിന് പുത്തനായി വിരിഞ്ഞ നവമാലികയുടെ ഗന്ധം. ഞാൻ നട്ടു വളർത്തിയ നല്ലൊരു നവമാലികയില് പൂവിട്ടു വിരിഞ്ഞല്ലോ പൂവായി. ഞാൻ നട്ടു വളർത്തിയ നല്ലൊരു നവമാലിക നവമാലിക്ക് നൽകണം. മറ്റൊന്നും ചിന്തിച്ചില്ല. അതിനായി വെള്ളത്തിനായി ഒരു പാത്രവും എടുത്ത് യമുനയിലേക്ക് ഓടി. കുറെ ദൂരം ചെന്നപ്പോഴാണ് ബോധമുണ്ടായത്. നേരം പുലരാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. യമുനയുടെ ഉദ്യാനത്തിൽ ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഭയന്നുപോയി. ആര് വിളിക്കും? എങ്ങോട്ട് പോകും? നദിയ നാരായണൻ ആൻഡ് പാർട്ടി നാരായണത്തു ഭ്രാന്തൻ എന്ന കഥാപ്രസംഗവും അവതരിപ്പിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.